റേഷ്യോ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പേജ് നമ്പർ 123 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി അതിൽ 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. When the sides of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. What is the ratio of width to length? ഈ ക്വസ്റ്റ്യനിൽ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് കാണുന്നത്. റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് ഒരു സ്ട്രിങ്ങിന്റെ 1/4 പാർട്ടാണ്. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആ സ്ട്രിങ്ങിന്റെ 1/3 പാർട്ടുമാണ്. അപ്പൊ നമ്മൾക്ക് എഴുതേണ്ടത് റേഷ്യോ ഇതാണ്. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ റേഷ്യോ എഴുതണമെങ്കിൽ ഈ സ്ട്രിങ്ങിന്റെ ആ പാർട്ടാണ് നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുന്നത്. അപ്പൊ വിഡ്ത്ത് ടു ലെങ്ത് ആണ് റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വിഡ്ത്ത് എഴുതണം. വിഡ്ത്ത് 1/4 ഓഫ് ദ സ്ട്രിങ് ആണ്. അപ്പൊ 1/4. ആ സെയിം സ്ട്രിങ്ങിന്റെ 1/3 ആണ് ലെങ്ത്. അപ്പൊ ലെങ്ത്തിന്റെ അവിടെ 1/3. അപ്പൊ റേഷ്യോ എഴുതുമ്പോൾ നമുക്കറിയാം റേഷ്യോ എപ്പോഴും കൗണ്ടിങ് നമ്പേഴ്സിലാണ് എഴുതുക. അപ്പൊ നമ്മൾ ഈ ഫ്രാക്ഷൻസിനെ കൗണ്ടിങ് നമ്പേഴ്സ് ആക്കി മാറ്റണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷനെ എങ്ങനെയാണ് കൗണ്ടിങ് നമ്പേഴ്സ് ആക്കാൻ പഠിച്ചു. ഒന്നുകിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ട് ഈ 2 ഫ്രാക്ഷനെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫ്രാക്ഷൻസ് കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതി കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് ആക്കാം. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 4, ഇവിടെ 3. 4 × 3 12. അപ്പൊ ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് 12. അപ്പൊ ഈ 2 ഫ്രാക്ഷനെയും ഇനി 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1/4 × 12, 1/3 × 12. 4 × 3 ആണ് 12, 3 × 4 12. കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ളത് 3, ഇവിടെ 4. അപ്പൊ 2 നമ്പേഴ്സും കൗണ്ടിങ് നമ്പേഴ്സ് ആയി. അപ്പൊ റേഷ്യോ എന്താ? റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ലെങ്ത് is 3:4. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു ഫിൽ എ ലാർജ് ബോട്ടിൽ 3.5 glasses of water are needed and to fill a smaller bottle 2 and 1/4 of glasses are needed. What is the ratio of the volumes of large and small bottles? 2 ബോട്ടിൽസ് ഉണ്ട്. ഒന്ന് ലാർജ് ബോട്ടില്, ഒന്ന് സ്മോൾ ബോട്ടിൽ. ആ 2 ബോട്ടിലും വെള്ളം നിറയ്ക്കാണ്. ബോട്ടില് വെള്ളം നിറയ്ക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. അപ്പൊ ലാർജ് ബോട്ടിൽ നിറയ്ക്കാനായിട്ട് ഒരു ഗ്ലാസ്സിൽ 3.5 വെള്ളം എടുത്തിട്ടാണ് ആ ബോട്ടിൽ നിറഞ്ഞത്. സ്മോളർ ബോട്ടിൽ നിറയാനായിട്ട് ആ സെയിം ഗ്ലാസ്സിൽ 2 and 1/4 ഗ്ലാസ് വാട്ടറും എടുത്തു. അങ്ങനെയാണെങ്കിൽ ലാർജ് ബോട്ടിലിന്റെയും സ്മോൾ ബോട്ടിലിന്റെയും റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോ എഴുതുമ്പോൾ ലാർജ് ബോട്ടിലിന്റെ ആദ്യം, സ്മോൾ ബോട്ടിലിന്റെ രണ്ടാമത് എഴുതണം. അപ്പൊ ലാർജ് ടു സ്മോൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ലാർജ് ടു സ്മോൾ റേഷ്യോ. ലാർജ് ബോട്ടിൽ നിറയ്ക്കാൻ 3 and 1/2 ഗ്ലാസ് ഓഫ് വാട്ടർ വേണ്ടി വന്നു. സ്മോൾ ബോട്ടിൽ നിറയ്ക്കാൻ 2 and 1/4 ഗ്ലാസ് വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഷ്യോ, ഇത് രണ്ടും ഇപ്പോൾ മിക്സഡ് ഫ്രാക്ഷനിലാണ്. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനിൽ നമുക്ക് റേഷ്യോ ഒരിക്കലും എഴുതാൻ പറ്റില്ല. അപ്പൊ ആദ്യം മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യണം. 3 and 1/2 എന്നുള്ളതിന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്യണം. എങ്ങനെ കൺവെർട്ട് ചെയ്യാം? 3 × 2 6 + 1 7/2. നെക്സ്റ്റ് 2 and 1/4 കൺവെർട്ട് ചെയ്യുമ്പോൾ 4 × 2 8 + 1 9/4. ഇപ്പൊ 2 നമ്പേഴ്സും ഫ്രാക്ഷൻ ആയി. ഇനി നമുക്ക് എന്ത് വേണം? കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റണം. കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റണമെങ്കിൽ ഒന്നുകിൽ 2 × 4 ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് കൊണ്ട് ഈ 2 ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ അതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതിയാലാണ്. അപ്പൊ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതുമ്പോൾ 7/2ന്റെ ഈക്വൽ ഫ്രാക്ഷൻ 7നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 × 2 14, 2 × 2 4. അപ്പൊ 7/2ന്റെ ഒരു ഈക്വൽ ഫ്രാക്ഷൻ ആണ് 14/4. അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഓൾറെഡി സെക്കൻഡ് നമ്പർ 9/4 ആണ്. അപ്പൊ ഈ 7/2ന് പകരം 14/4 എഴുതിയാല് 2 ഫ്രാക്ഷന്റെയും
ഡിനോമിനേറ്റർ സെയിം ആവും. 14/4 7/2 പകരം എഴുതി. 9/4 അതുപോലെ തന്നെ. 9/4 വേറെ ഈക്വൽ ഫ്രാക്ഷൻസ് എഴുതേണ്ട ആവശ്യം വന്നില്ല. എന്താ കാരണം? ഇതിന്റെ ഈക്വൽ ഫ്രാക്ഷൻ മാത്രം എഴുതിയപ്പോൾ നമുക്ക് ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് കിട്ടി. ഇനി എന്ത് വേണം? ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 4, ഇവിടെ ഇൻറ്റു 4. അപ്പൊ ഈ ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്ത് വന്നു? 14:9. അപ്പൊ റേഷ്യോ ഓഫ് ലാർജ് ടു സ്മോൾ ബോട്ടിൽ ഈസ് 14:9. ഇവിടെ ഈക്വൽ ഫ്രാക്ഷൻസ് എടുത്തപ്പോഴാണ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ, അതുകൊണ്ട് അത് ചെയ്തു. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെ ചെയ്തു? ഡിനോമിനേറ്റേഴ്സിന്റെ പ്രോഡക്റ്റ് കൊണ്ട് ഫ്രാക്ഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റിയത്. ഏതാ എളുപ്പം തോന്നണതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ച് ചെയ്യാം. ഈ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 123 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ കണ്ടിന്യൂ ചെയ്യാം. അടുത്ത സെക്ഷൻ റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ്. മിക്സ്ചേഴ്സിന്റെ റേഷ്യോ ആണ് എഴുതുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ചില സമയത്ത് ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഇഡ്ഡലിയിൽ നമ്മൾ റൈസും ഉറതുമാണ് ഉപയോഗിക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത അരിയുടെയും ഉഴുന്നിന്റെയും അളവ് കൃത്യമല്ലെങ്കിൽ നമുക്ക് ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. ടു മേക്ക് ഇഡ്ഡലീസ് അമ്മൂസ് മദർ ഗ്രൈൻഡ്സ് 2 cups of rice and 1 cup of urad dal. When she expected some guests the next day, she took 4 cups of rice. How many cups of urad should take? അപ്പൊ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് അമ്മുവിന്റെ അമ്മ എപ്പോഴും 2 കപ്പ് റൈസിന് 1 cup of ഉറദാണ് എടുക്കാറ്. When she expected some guests the next day, അടുത്ത ദിവസം വിരുന്നുകാർ വരുന്നു പറഞ്ഞപ്പോൾ 4 cups of rice എടുത്തു. ഇത് റൈസ്, ഇത് ഉറുദ്. 4 cups of rice എടുത്തു. അങ്ങനെയാണെങ്കിൽ എത്ര കപ്പ് ഉഴുന്നാണ് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. 2 cups of റൈസിന് 1 കപ്പ് ഉഴുന്നാണ് എടുക്കുന്നത്. അതായത് എപ്പോഴും ഉഴുന്നിന്റെ ഇരട്ടിയാണ് റൈസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 4 cup of റൈസ് എടുക്കണമെങ്കിൽ ഉഴുന്ന് എത്ര എടുക്കണം? 2 cups of ഉഴുന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. അപ്പൊ 4 കപ്സിന് 2 cups ഉഴുന്നെടുക്കണം. അതായത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ബാറ്ററില് മിക്സ്ചർ ആണുള്ളത്, ഇതിന്റെ റൈസിന്റെയും ഉഴുന്നിന്റെയും. അപ്പൊ നമുക്ക് അതിൽ റേഷ്യോ പറയാൻ പറ്റും. റൈസ് 2 cups എടുത്തപ്പോൾ ഉഴുന്ന് 1 കപ്പ് എടുത്തു. ദാറ്റ് മീൻസ് the ratio of rice to urad in the mixture is 2:1. ഇതുപോലെ ഏത് രണ്ട് ക്വാണ്ടിറ്റീസിന്റെ മിക്സ്ചർ ആയാലും അതിൽ ആ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടു പെയിന്റ് ദ വാൾസ് ഓഫ് അബൂസ് ഹോം ഫസ്റ്റ് 25 liters of green and 20 liters of white were mixed. അപ്പൊ പെയിന്റ് ചെയ്യാനായിട്ട് ഗ്രീൻ പെയിന്റും വൈറ്റ് പെയിന്റിന്റെയും കൂടി മിക്സ്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 25 liters ഗ്രീൻ പെയിന്റും 20 liters വൈറ്റ് പെയിന്റും മിക്സ് ചെയ്ത് പെയിന്റ് ചെയ്തു. When this was not enough, 15 liters of green was taken. How much white should be added to this? ആദ്യം മിക്സ് ചെയ്ത ഗ്രീന്റെയും വൈറ്റിന്റെയും മിക്സ്ചർ തികയാതെ വന്നപ്പോൾ വീണ്ടും 15 liters ഓഫ് ഗ്രീൻ പെയിന്റും കൂടി എടുത്തു. അങ്ങനെയാണെങ്കിൽ വൈറ്റ് എത്ര ആഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഗ്രീനിന്റെയും വൈറ്റിന്റെയും റേഷ്യോ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് 15 liter ഗ്രീൻ പെയിന്റ് എടുക്കുമ്പോൾ എത്ര വൈറ്റ് പെയിന്റ് എടുക്കണം എന്ന് അറിയുള്ളൂ. അപ്പൊ ഇവിടെ ഗ്രീനിന്റെയും വൈറ്റിന്റെയും റേഷ്യോ ആദ്യം എഴുതി നോക്കാം. ഗ്രീൻ പെയിന്റും വൈറ്റ് പെയിന്റിന്റെയും റേഷ്യോ. ഗ്രീൻ 25 liter എടുത്തപ്പോഴാണ് വൈറ്റ് 20 liter എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൽ നിന്ന് നമുക്ക് ഗ്രീൻ ടു വൈറ്റ് റേഷ്യോ എഴുതണം. റേഷ്യോ എഴുതണമെങ്കിൽ എന്തായിരിക്കണം? ഈ രണ്ട് നമ്പേഴ്സും ലീസ്റ്റ് ഫോമിലായിരിക്കണം. ഇവിടെ 25ഉം 20, അതിൽ രണ്ടിലും കോമൺ ഫാക്ടർ ഉണ്ട്. എത്രയാ? 5 കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5, 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. രണ്ട് നമ്പേഴ്സ് കിട്ടി, 5ഉം 4ഉം. അതില് കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പൊ അത് ലീസ്റ്റ് ഫോമിലാണ്, കൗണ്ടിങ് നമ്പേഴ്സ് ആണ്.
അപ്പൊ ഗ്രീൻ ടു വൈറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. അപ്പൊ നമുക്ക് റേഷ്യോ കിട്ടി. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 15 ലിറ്റേഴ്സ് ഓഫ് ഗ്രീൻ എടുക്കുകയാണെങ്കിൽ എത്ര വൈറ്റ് പെയിന്റ് എടുക്കണം. അപ്പൊ ഇവിടെ നോക്കുക, 5നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 15 കിട്ടിയത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. സെയിം 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ലിറ്റർ വൈറ്റ് പെയിന്റ് ആണ് എടുക്കണമെന്ന് കിട്ടും. അപ്പൊ 4 × 3 12. അപ്പൊ 15 ലിറ്റർ ഗ്രീൻ പെയിന്റിന്റെ കൂടെ 12 ലിറ്റർ വൈറ്റ് പെയിന്റ് മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെയിം കളറില് വീട് ബാക്കി ഒക്കെ പെയിന്റ് അടിക്കാൻ പറ്റും. അപ്പൊ ആവശ്യമുള്ള വൈറ്റ് പെയിന്റിന്റെ മെഷർ 12 ലിറ്റർ. അപ്പൊ ആദ്യം എന്ത് വേണം? ഈ ഗ്രീനിന്റെയും വൈറ്റിന്റെയും റേഷ്യോ എഴുതണം. പിന്നെ ഈ റേഷ്യോനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ നമ്പർ കിട്ടിയത് നോക്കി. അപ്പൊ ഇതിന്റെ റേഷ്യോനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ഈസ് 12 ലിറ്റർ. ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഗെറ്റ് ദ സെയിം ഷെയ്ഡ് ഓഫ് ഗ്രീൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഗ്രീൻ ഷുഡ് ബി മിക്സ്ഡ് വിത്ത് 16 ലിറ്റേഴ്സ് ഓഫ് വൈറ്റ്. അതായത് ഗ്രീനിന്റെ ഇവിടെ ഏത് കളറാണോ പെയിന്റ് ചെയ്ത അതേ സെയിം ഷെയ്ഡ് കിട്ടണമെങ്കിൽ 16 ലിറ്റേഴ്സ് ഓഫ് വൈറ്റിന്റെ കൂടെ എത്ര ഗ്രീൻ പെയിന്റ് ആഡ് ചെയ്യണം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് എത്ര വൈറ്റ് ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഇപ്പോ എത്ര ഗ്രീൻ ആഡ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റേഷ്യോ നമ്മൾ മുമ്പ് കണ്ടു, റേഷ്യോ 5:4 ആണെന്ന് കണ്ടു. 25 to 20 ലിറ്റേഴ്സ് ആണ്. അതിനെ ലീസ്റ്റ് കൗണ്ടിങ് നമ്പേഴ്സിലേക്ക് മാറ്റുമ്പോൾ 5:4 ആണ് ഗ്രീൻ ടു വൈറ്റ് റേഷ്യോ എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 16 ലിറ്റേഴ്സ് ഓഫ് വൈറ്റിന്റെ അവിടെ 16 എഴുതി. അപ്പോൾ എത്ര ലിറ്റർ ഗ്രീൻ പെയിന്റ് വാങ്ങണം? അപ്പൊ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 16 കിട്ടിയത്? 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ. ആ സെയിം നമ്പർ കൊണ്ട് 5നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര ഗ്രീൻ പെയിന്റ് വേണം എന്നുള്ളത് കിട്ടും. 5 × 4 ചെയ്തപ്പോ 20 ലിറ്റർ. അപ്പൊ 16 ലിറ്റർ വൈറ്റ് പെയിന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 20 ലിറ്റർ ഗ്രീൻ പെയിന്റ് മിക്സ് ചെയ്യുമ്പോഴാണ് ആ സെയിം ഷെയ്ഡിലുള്ള ഗ്രീൻ കളർ കിട്ടുന്നത്. അപ്പൊ നമ്മളിന്ന് പഠിച്ചത് മിക്സ്ചറില് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ടോ ആ ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ എഴുതാനാണ് പഠിച്ചത്. ആ റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ അതിന്റെ കൂടെ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എത്ര കൂട്ടണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ചെയ്തത്. ഇനി അടുത്ത ദിവസം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.